ജനുവരി 30 നിശബ്ദതയുടെ ഒരു ദിനം. ഇന്ത്യ തന്റെ മനസാക്ഷിയെ ഓർക്കുന്ന ദിനം. 1948 ജനുവരി 30 മഹാത്മാഗാന്ധി ന്യൂഡൽഹിയിൽ വച്ച് വധിക്കപ്പെടുന്നത്. 1869 ഗുജറാത്തിലെ പോർബന്തറിൽ ജനിച്ച മോഹൻദാസ് കരംചന്ദ് ഗാന്ധി നിയമം പഠിച്ച ഒരു അഭിഭാഷകനായിരുന്നു. എന്നാൽ ചരിത്രം അദ്ദേഹത്തെ ഓർക്കുന്നത് ഒരു നിയമജ്ഞനായല്ല, ഒരു മഹത്തായ വ്യക്തിയായി. സത്യാഗ്രഹം, സത്യത്തിന്റെ ശക്തി, അഹിംസ, അക്രമമില്ലായ്മ, ഇവയാണ് ഗാന്ധിജി ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് നൽകിയ ആയുധങ്ങൾ. ഒരായുധവും കയ്യിലെടുക്കാതെ ഒരു സാമ്രാജ്യത്തെ തന്നെ വെല്ലുവിളിച്ച നേതാവ്. 1948 ജനുവരി 30 വൈകുന്നേരം പ്രാർത്ഥനാ സഭയിലേക്ക് നടന്നു പോകുമ്പോൾ ഗാന്ധിജിയെ വെടിവെച്ച് കൊലപ്പെടുത്തിയത് നാഥുറാം ഗോഡ്സെ എന്ന മതതീവ്രവാദിയായിരുന്നു. മതസൗഹാർദ്ദത്തിലും സഹിഷ്ണുതയിലും ഗാന്ധിജി വിശ്വസിച്ചതിനോടുള്ള വിരോധമാണ് ഈ ക്രൂരകൃത്യത്തിന് പിന്നിൽ. അക്രമത്തിലൂടെ സമാധാനത്തിന്റെ ശബ്ദം മൂടിക്കെട്ടാൻ ശ്രമിച്ചു. എന്നാൽ വെടിയുണ്ടകൾക്ക് ഒരു ആശയത്തെ കൊല്ലാൻ കഴിഞ്ഞില്ല. രക്തസാക്ഷി ദിനം ഗാന്ധിജി എങ്ങനെ മരിച്ചു എന്നത് മാത്രമല്ല, എന്തിനാണ് അദ്ദേഹം ജീവിച്ചത് എന്നതിന്റെ ഓർമ്മപ്പെടുത്തലാണ്. വിഭജനത്തിന് പകരം ഐക്യം, വൈരത്തിന് പകരം സത്യം, പ്രതികാരത്തിന് പകരം സമാധാനം. ജനുവരി 30 നമ്മോട് ചോദിക്കുന്നു, ഗാന്ധിജിയുടെ മൂല്യങ്ങൾ നാം ഇന്നും